നമസ്കാരം. യു വീണ്ടും വിറപ്പിച്ച് ഇറാന്റെ മിസൈലുകൾ. യുടെ ആകാശത്ത് ചാരവിമാനങ്ങൾ വട്ടമിട്ട് പറന്നു. ഗൾഫ് മേഖലയിലെ ആകാശം പുകപടലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. നയതന്ത്രത്തിന്റെ മധുരഭാഷണങ്ങൾ അവസാനിക്കുകയും യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇറാൻ എന്ന കരുത്തുറ്റ ശക്തി തങ്ങളുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ഒരു ശത്രു താവളമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അയൽക്കാർ എന്ന ലേബൽ ഇനിയില്ല, പകരം അത് ശത്രുതാ താവളമാണ് എന്ന ഇറാനിയൻ പാർലമെന്റ് അംഗം അലി ഖസ്രിയാന്റെ വാക്കുകൾ കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ വിളംബരമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രത്തോളം പ്രകോപിതരാകുന്നത്? സൗഹൃദത്തിന്റെ പാതയിൽ നിന്ന് എങ്ങനെയാണ് ഇറാന്റെ മിസൈൽ ലക്ഷ്യങ്ങളുടെ മുൻനിരയിൽ എത്തിയത്? ഇറാന്റെ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണം 2020 ഒപ്പിട്ട അബ്രഹാം കരാറാണ്. ഇസ്രായേലുമായിട്ട് കൈകോർത്ത നിമിഷം മുതൽ ഇറാൻ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്നു. ഇസ്രായേലിന്റെ ആധുനിക റഡാറുകളും അയൺഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും യുടെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടത് ഇറാന്റെ ചാരത്തുള്ള ഒരു ശത്രുക്കണ്ണായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അയൺഡോം ബാറ്ററികളും അവ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഡസൺ കണക്കിന് ഇസ്രായേലി സൈനികരും എത്തിയത് ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിശ്വസിക്കുന്നു. ഇസ്രായേലിന്റെ ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള എൽബിറ്റ് സിസ്റ്റംസ് യിൽ പ്രവർത്തനം ആരംഭിച്ചതും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചിരിക്കുകയാണ്. യുടെ മണ്ണിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ തലവേദനയാണെന്നേ. അബുദാബിക്ക് പുറത്തുള്ള അൽദഫ്ര എയർബേസ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെയുള്ള നൂതന ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കുകയാണ്. ഏപ്രിലിൽ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായിട്ടുള്ള വെടിവെപ്പിന് പിന്നാലെ ഈ അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഇറാൻ ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് ഖദം അൽ അൻസബിയ എന്ന് പറയപ്പെടുന്ന സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ രാജ്യത്തെ അമേരിക്കക്കാരുടെയും സൈനിസ്റ്റുകളുടെയും ഗുഹയാക്കി മാറ്റരുത് ഇവിടമെന്ന്. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇറാനിയൻ മണ്ണിലെ പല സ്ഫോടനങ്ങൾക്ക് പിന്നിലും യുടെ വിരലടയാളം ഉണ്ട് എന്ന് ഇറാൻ ആരോപിക്കുകയാണ്. ഖേഷൻ ദ്വീപിലെ ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെ നടന്ന വ്യോമാക്രമണം വിമാനങ്ങളാണ് നടത്തിയത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ ലാവനിലെ എണ്ണ ശുദ്ധീകരണശാലയും സിറിയയിലെ കേന്ദ്രങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിലൊക്കെയും യുടെ ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2009 വിമാനങ്ങൾ പങ്കെടുത്തതായിട്ട് തന്നെയാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. യുടെ F-16 വിമാനങ്ങൾ തങ്ങളുടെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ട് സിറിയൻ ആകാശത്തും മറ്റു പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന തങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഗൂഢനീക്കമാണ് എന്ന് ഇറാൻ നിരീക്ഷകരടക്കം വിലയിരുത്തുകയാണ്. അപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ആയുധം ഭൂമിശാസ്ത്രപരമായ അവരുടെ സ്ഥാനമാണ്. ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണ്. യുടെ നിർണായകമായിട്ടുള്ള തുറമുഖമായിട്ടുള്ള ഫുജേറ ഇറാന്റെ നാവിക പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുജേറയിലേക്കോ അവിടെ നിന്നോ പോകുന്ന ഏതൊരു കപ്പലും തങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് IRGC പ്രഖ്യാപിച്ചതോടുകൂടി യുടെ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയപ്പെടുന്ന വലിയ ചോദ്യചിഹ്നമായി മാറിയെന്നതാണ്. ഇറാന്റെ മിസൈൽ കരുത്ത് ലോകത്തിന് ഇറാൻ തൊടുത്ത പ്രിസിഷൻ ഗൈഡ്സ് മിസൈലുകൾ അവരുടെ കൃത്യതയുടെ തെളിവുകളാണ്. ക്കെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും കേവലം ആയുധങ്ങളല്ല, മറിച്ച് ആ മേഖലയിലെ മേധാവിത്വം ഉറപ്പിക്കുവാനുള്ള അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയാണ് എന്ന് പറയട്ടെ. യുദ്ധം വെറും മിസൈലുകളിൽ ഒതുങ്ങുന്നില്ല. വർഷങ്ങളായിട്ട് ഇറാൻ തങ്ങളുടെ ഇറക്കുമതിക്കായിട്ട് തുറമുഖങ്ങളെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ബന്ധം വഷളായതോടുകൂടി ഇറാനികൾക്കുള്ള വിസകൾ നിർത്തലാക്കുകയും ഇറാനിയൻ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തുകൊണ്ട് തിരിച്ചടി നൽകി. അപ്പോൾ ഇതിന് പകരമായിട്ട് പാകിസ്ഥാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പുതിയ കരമാർഗങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ സമ്പത്ത് ആയുധങ്ങൾക്കും ആണവ പദ്ധതികൾക്കും വേണ്ടിയിട്ട് ഇറാൻ നശിപ്പിക്കുന്നു എന്ന മന്ത്രി റീമൽ ഹാഷ്മിയുടെ വിമർശനം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് പറയട്ടെ. 1971 മുതൽ ഇറാൻ നിയന്ത്രിക്കുന്ന അബു മൂസ, ഗ്രേറ്റർ തുൻബ്, ലെസ്റ്റർ തുൻബ് എന്നീ ദ്വീപുകൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കിടയിലെ കത്തുന്ന കനലാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഈ ദ്വീപുകൾ ഇറാനെ സഹായിക്കുന്നു. ഈ ദ്വീപുകളുടെ മേലുള്ള അവകാശവാദം അത് വീണ്ടും വീണ്ടും ശക്തമാക്കുന്നത് ഇറാന്റെ പ്രകോപനം ഇരട്ടിപ്പിക്കുകയാണ്. ഇറാൻ ഇന്ന് വെറുമൊരു രാജ്യമല്ല കേട്ടോ, മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പ്രതിരോധ അച്ചുതണ്ടിന്റെ കേന്ദ്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മുതിരുമ്പോൾ അത് തങ്ങളുടെ നാശത്തിനുള്ള വഴിയൊരുക്കലാണ് എന്നാണ് ഇറാന്റെ പക്ഷം. ക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാകുമോ അതോ നയതന്ത്രപരമായിട്ടുള്ള ഒരു പിൻവാങ്ങലിന് വഴിമാറുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഒന്നുറപ്പാണ്, പേർഷ്യൻ കടലിലെ ഓളങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ ഗന്ധം പേറുകയാണ്.
ഇറാന്റെ കരുത്തിന് മുന്നിൽ UAEയുടെ ആധുനിക ആയുധങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ തെളിയുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോഴും ഇറാന്റെ മിസൈലുകൾ UAEയെ വീണ്ടും വിറപ്പിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ UAE അമേരിക്കയുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. UAEയുടെ ആകാശത്ത് ചാരവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇറാനെതിരെ മിസൈൽ തൊടുക്കുവാൻ UAE ആരംഭിക്കുന്ന അടുത്ത നിമിഷം UAEയിൽ മിസൈലുകൾ പതിച്ചിരിക്കും, ബോംബുകൾ വർഷിച്ചിരിക്കും, UAEയെ ചുട്ടുചാമ്പലാക്കിയിരിക്കും.